സീരിയൽ രംഗത്ത് നിന്ന് മലയാള ചിത്രങ്ങളിൽ ചൂടുറപ്പിക്കുന്ന യുവതാരം ടോഷ് ക്രിസ്റ്റി ഇന്ന് അമ്മക്കുരുമ്പയിൽ. ദർശന ടി വിയുടെ അമ്മയ്ക്കുരുമ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അമ്മയുടെ പേരെന്താണ്? എൻ്റെ പേര് മേരി. മേരി. ശരിക്കും സ്ഥലം? ചെറൂര്. ചെറൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ തന്നെ. ഇവിടെ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ആനപ്പാറ ഭാഗത്തേക്ക് വേണം. പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ട്. അതല്ലേ. ഇപ്പം അമ്മ എത്രയായി ഇവിടെ വന്നിട്ട്? ഞാനിവിടെ വന്നിട്ട് 3 വർഷമായി. 3 വർഷമായി. ശരി. എത്ര മക്കളാണ് അമ്മയ്ക്ക്? ഒരാൾ. പിന്നെ അമ്മയുടെ ഭർത്താവ് മരിച്ചിട്ട് 38 വർഷത്തോളമായി. 38 വർഷമായി. ശരി. മകൻ എത്ര വയസ്സായി? മകന് പിന്നെ 50 വയസ്സോളമായി ആയല്ലേ. 3 വർഷമായി. അപ്പോൾ മകൻ ഇവിടെ ഇല്ലേ? വീട്ടിലില്ലേ? മകൻ വീട്ടിലുണ്ട്. മകനും ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. ഒരാളെ കല്യാണം കഴിച്ചു വിട്ടു. മൂത്തവൻ 2 പേരെയും കല്യാണം കഴിച്ചു. ഒരാണും ഒരു പെണ്ണുമാണ്. പിന്നെ ഒരെണ്ണം ചെറുതുണ്ട്, അത് കൂട്ടത്തിലുണ്ട്. അവർ അവിടെ താമസിക്കുന്നു. എന്താ ജോലി ചെയ്തിരുന്ന മകൻ? ആര്? മകൻ എല്ലാ ജോലികൾക്കും പോകാറുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങോട്ട് വന്ന് അമ്മയുടെ സ്വന്തം ഇഷ്ടമായിട്ട് വന്നതാണോ? എൻ്റെ സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വന്തം ഇഷ്ടമല്ല. പിന്നെ പോരേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നപ്പം പോകുന്നു മാത്രം. എന്നെ നോക്കാനുള്ള ആ ഒരു ഇത് വന്നില്ല. അപ്പം അവിടുന്ന് ഞാൻ നേരം എൻ്റെ കാര്യം നോക്കി അവരോടുള്ള ആ ബാധ്യതകളെല്ലാം അവർക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കൊടുത്തു. മകളുടെ കല്യാണം കഴിച്ചു വിട്ടു. മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഇനി എല്ലാ ബാധ്യതകളും സർവ്വതും തീർത്തതിൻ്റെ ശേഷം ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ജീവിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. അപ്പോൾ അവരോട് നിൽക്കാൻ പറഞ്ഞില്ല? മകന് ഇഷ്ടമല്ലേ? മകന് കുഴപ്പമൊന്നുമില്ല, എങ്കിലും കുറച്ചൊക്കെ ഒരു ഇതുണ്ടായി. അപ്പം ഞാൻ അവിടെ നിന്ന് പോകുന്നു. മകൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ എന്തെങ്കിലും? ഭാര്യയായിരുന്നു, പക്ഷേ അതൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ സംഭവിച്ചു. വരാറുണ്ടോ? ഇവിടെ വരാറുണ്ടോ? ഇല്ല, അവരാരും വരാറില്ല. പിന്നെ ഒരു മകള് മാത്രം, പേരക്കുട്ടി, അവള് വരും. അവള് ഇടയ്ക്ക് വന്ന് അന്വേഷിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യും. കൊണ്ടുപോകാറുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. അമ്മയ്ക്കിപ്പോൾ സ്വന്തം കാര്യങ്ങൾ നോക്കാനും എല്ലാത്തിനുള്ള ആരോഗ്യമൊക്കെ എപ്പോഴും ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഓരോ പണികളെല്ലാം ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ബുദ്ധിമുട്ടേ ഉള്ളൂ. മകൻ 3 വർഷമായിട്ട് വന്നിട്ടില്ല ഇങ്ങോട്ട്? മകൻ വന്നിട്ടില്ല. അമ്മയ്ക്ക് കാണണമെന്ന് തോന്നാറില്ലേ? അല്ല, അവിടെ ചെല്ലുമ്പം മകളുടെ വീട്ടിൽ മകള് വന്ന് കൊണ്ടുപോകുമ്പോൾ ഞാൻ കാണും. അവിടുന്ന് അവിടേക്ക് വരാറുണ്ട്. അവിടെ വരും. അവിടെ വരുമ്പം കാണുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇപ്പം പിണക്കമായിട്ടൊന്നുമില്ല. പിന്നെ അങ്ങ് വരുന്നുമില്ല. അങ്ങനെയുള്ള ഇത് അങ്ങോട്ടുള്ള ഒരു ഇതില്ല. എന്നാൽ പിണക്കവുമില്ല. മകന്റെ ഒരു മകളല്ലേ ഇവിടെ കൊണ്ടുപോകാൻ വരാറ്? അപ്പോൾ അവർക്ക് മക്കളൊക്കെ ഉണ്ട്? അവർക്ക് 2 കുട്ടികളുണ്ട്. പേരക്കുട്ടികൾ മകള് മാത്രമേ വരുള്ളൂ? ഒരാളേ ഉള്ളൂ, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. അതിന് കല്യാണം കഴിച്ചു വിട്ടു. അവിടെ 2 കുട്ടികളുണ്ട്. അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അമ്മയും ഈ മകൻ്റെ ഭാര്യയും തമ്മിലാണ് അപ്പോൾ ശരിക്കും ഒരു ചർച്ചയില്ല? ശരിയായൊരു കുറച്ചൊക്കെ ഒരു ഇതുണ്ടായി. അപ്പോൾ അമ്മയായിട്ട് സ്വയമായിട്ട് പറയായിരുന്നു ഞാൻ മാറിപ്പോകും? ഒരു മനുഷ്യരോടൊരു ഇതായിട്ട് നിൽക്കുന്ന ഒരാളല്ല അത്. അങ്ങനത്തെ ഒരു ആളാണ്. മുൻകോപം ശുണ്ടിയൊക്കെയാണോ? അമ്മയുടെ മകനാണെങ്കിൽ തിരിച്ചൊന്നും പറയാറില്ല? മകൻ പറഞ്ഞു മടുത്തിരിക്കുന്നതാണ്. അവനെ പറഞ്ഞാലും കേൾക്കുകയില്ല. അവനിങ്ങനെ അത് സഹിച്ച് അങ്ങനെ കഴിയുന്നു. വിവാഹം കഴിച്ചു പോയില്ല, ഇനിയിപ്പോൾ കൊണ്ടുപോയല്ലേ പറ്റൂ. അങ്ങനത്തെ സാഹചര്യത്തിലാണ് മകനെ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ഇത് കുറ്റം പറയാൻ പറ്റില്ല. അമ്മയോട് സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം അടുത്തങ്ങനെ അമ്മ പോയിരുന്നോ? ഇല്ല, ഞാനിപ്പം പോയി വന്നിട്ട് കുറേയായി. പോകണം എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു? എനിക്കങ്ങനെ പോകണമെന്നൊന്നുമില്ല. അമ്മ ഇവിടുത്തെ ജീവിതം എങ്ങനെയാണ് അമ്മയ്ക്ക്? ഇവിടെ യാതൊരു വിഷമങ്ങളും ഇല്ല. ഇല്ല. വെള്ളത്തിന് വെള്ളം, ചൂടുവെള്ളം, ഭക്ഷണം, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാത്തും കൊണ്ടും യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുകളായിട്ട് തോന്നുന്നില്ല. ഉള്ള സമയത്ത് ഒരു മനസ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ട്. എന്തായാലും അപ്പോൾ അമ്മേനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ ദർശന ടി വിയുടെ അമ്മയ്ക്കൊരുമ്മ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ വന്ന് സംസാരിക്കാൻ കാണിച്ചത് വളരെ സന്തോഷം. കാരണം
നമ്മുടെ ഈ സംസാരം പുറം ലോകം പിന്നെയല്ലേ? കാണുന്നു, മറ്റുള്ളവർക്കും അതിനെപ്പറ്റി ചിന്തിക്കാനും ആലോചിക്കാനൊക്കെ ഉള്ളൊരു ഒരു സ്പേസ് ഉണ്ടാവും. എന്തായാലും അമ്മ സംസാരിച്ചതിന് വളരെ സന്തോഷം, നന്ദി. ഇന്നത്തെ അമ്മയ്ക്കൊരു മെയിൽ മറ്റൊരു പ്രത്യേകതയോടെയുണ്ട്. നമ്മളിന്ന് 2 അമ്മമാരുമായിട്ടാണ് പരിചയപ്പെടുന്നത്. ഒരമ്മയെ പരിചയപ്പെട്ടു, അടുത്ത അമ്മയെ പരിചയപ്പെടാം. അമ്മയുടെ പേരെന്താണ്? കൊച്ചന്ന. കൊച്ചന്ന. ഇവിടെ എവിടെ വീട്? പുത്തൻപേടിയായി. തൃശ്ശൂർ അടുത്ത്. ഇവിടെ എത്ര നാളായി അമ്മച്ചി വന്നിട്ട്? 3 കൊല്ലായി. 3 കൊല്ലായി. മക്കളൊക്കെ എത്ര ആളാണ്? മക്കള് ഒരു മോണ്ടാകുന്നത് മരിച്ചു, പിന്നെ അവനൊരു മോനുണ്ട്, പിന്നെ 3 പെൺകുട്ടികളും. അവരെ 3 ആളെയും കെട്ടിച്ചു. അങ്ങനെ എങ്ങനെയായിരുന്നു മരിച്ചത്? അവന് TV ആയിരുന്നു. 52 വയസ്സ്. ഫെബ്രുവരി 18 മരിച്ചു. ഇപ്പം ഈ ഫെബ്രുവരി 18. ശരി. അപ്പോൾ സ്വാഭാവികമായിട്ട് മക്കളുടെ അടുത്ത് മറ്റേ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തതല്ലേ അല്ലേ? അവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക്. അപ്പം അവന് വയ്യാണ്ടായിപ്പോൾ പിന്നെ അവനെ തന്നെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പെൺകുട്ടികളവിടെ നിന്നു. പെൺകുട്ടികൾക്ക് അവിടെ നമ്മളോട് നിൽക്കുമ്പോൾ അതൊരു വിഷമല്ലേ? എങ്ങനെയായാലും വിഷമം. അവർക്ക് ചേട്ടന്മാരൊക്കെ ഉണ്ട്, നാത്തുമാരുണ്ട്. അപ്പം ഞാൻ എൻ്റെ അഞ്ചത്തി മാളിലൊരു മഠത്തിലുണ്ട്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം ശരിയാക്കി തരാം. അപ്പോൾ അവരും ഇവിടുത്തെ മദറും കൂടിയായിട്ട് ശരിയാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആർക്കും കുഴപ്പമില്ലല്ലോ. മക്കള് കാണാൻ വരാറുണ്ടോ? കാണാൻ വരികയൊക്കെ ചെയ്യും. അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം അവൻ്റെ മോനും കുഴപ്പമില്ല. അവൻ്റെ മോനും വരും. 22 വയസ്സായിട്ടുള്ള ചെറിയ കുട്ടിയാണ്. ശരി. നമ്മുടെ ഭർത്താവ് മരിച്ചു. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 15 കൊല്ലമായി. അതെ അല്ലേ? മകനിപ്പോൾ ഈ ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി 18. അപ്പം അതിന് മുന്നേ അമ്മ അങ്ങോട്ട് വന്നിരുന്നോ? ഇല്ല, ആദ്യക്ക് മുമ്പ് വന്നു. ഈ ഫെബ്രുവരി 18 മരിച്ചത്. ഞാൻ അവിടെ വന്നിട്ട് 3 കൊല്ലമായി. ഈ ജൂലൈ 1 അപ്പോൾ അതിന് 3 വർഷം മുന്നേ പുള്ളിക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ. അവന് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവന് TV-ന്. അപ്പം പിന്നെ എന്നെ നോക്കാൻ അവന് വിഷമം. വിവാഹം കഴിച്ചിരുന്നു? അവനൊരാളൊരു പെണ്ണുണ്ട്. അവൻ്റെ കുട്ടീനെ 22 വയസ്സായി എന്ന് പറഞ്ഞത് മോൻ. പിന്നെ ഒരു പെൺകുട്ടീൻ്റെ അത് മരിച്ചു. പെൺകുട്ടീൻ്റെ ആയിരുന്നു കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ ഈ ഒരു കുട്ടി അവന് വന്ന് ഇനിയിപ്പോൾ കുടുംബത്ത് മോൻ്റെ മോനും മരുവളും. ഈ പറഞ്ഞ മാതിരി 3 പെൺമക്കളെ അമ്മ ഒറ്റയ്ക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. അമ്മ അന്നൊക്കെ 2 കുട്ടികളെ കഴിക്കുമ്പോൾ ഭർത്താവുണ്ട്, പിന്നെ ഒരാളെ കഴിക്കുമ്പോൾ ഭർത്താവില്ല. അപ്പം നമ്മൾ പണിയിട്ട് കഷ്ടപ്പെട്ട് കഴിച്ചു, കുടുംബത്തിൽ നിന്ന് കഴിച്ചു കൊടുത്തു. പിന്നെ അവൾ ചേറൂർ വിമല കോളേജിലായിരുന്നു. അവരാണ് വേണ്ടതൊക്കെ ചെയ്തത്. കല്യാണം കഴിച്ച് പുറത്ത് ചിയാറ്റിക്ക്. തൃശ്ശൂർ തന്നെ. 3 പെൺമക്കളല്ലേ? 3 പേരും തൃശ്ശൂർ അടുത്ത് തന്നെയാണോ? ഒന്ന് ചിയാറ്റ്, ഒന്ന് തിരൂര്. മലപ്പുറം അല്ല, തൃശ്ശൂർ, തിരൂര്, കോലാഴി തിരൂര്. പിന്നെ ഒരാൾ അറിവില് കാഞ്ഞാണി വഴി കപ്പൽ പള്ളിയുടെ അവിടെ. കപ്പൽ പള്ളിയിൽ നിന്ന് അവിടെ. അവരൊക്കെ കാണാൻ വരാറുണ്ട്. അവരൊക്കെ കാണാൻ വരും. പേരക്കുട്ടികളും മക്കളും മരുമക്കളൊക്കെ വരും. ഇവര് മരുമക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അവര് മൂത്തവന് 60 വയസ്സായി. അവന് പണിയെടുക്കാൻ വയ്യാണ്ടായി. പിന്നെ രണ്ടാമത്തവൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കും, നാട്ടുപണി പോലെ. മൂന്നാമത്തവന് യൂണിയൻ പണിയാണ്. സാറിൻ്റെ പോലെ തന്നെയാണ് കാണാൻ. മണ്ണൊക്കെ സൈസ് തന്നെയാണ്. കുട്ടികളെല്ലാവരും കാണാനൊക്കെ വരും. അമ്മ അങ്ങോട്ട് പോകാറുണ്ടോ? വല്ലപ്പോഴും ഇവിടുന്ന് പോകാൻ സമ്മതിക്കും? പോകാനായിട്ട് കൊല്ലത്തിൽ 2 പ്രാവശ്യം പോകാനേ പറ്റുള്ളൂ. കൊല്ലത്തിൽ 2 പ്രാവശ്യം. അത് ആള് കൊണ്ടുവന്നാക്കണം. അങ്ങനെ അവര് 3 കൊല്ലമായിട്ട് കൊണ്ടുപോകാറുണ്ടോ? അവർ കൊണ്ടുപോകും. ഇപ്പോഴത്തെ കഴിഞ്ഞ ആഴ്ചയിൽ പോയിട്ട് വന്നല്ലോ, ഒരു മോളുടെ കുറ്റൂശയ്ക്ക്. അങ്ങനെ പോകാൻ പാടില്ല. ഞാൻ പോവാണ്ട് 1 കൊല്ലം വരെ പോവാണ്ട് നിന്നു. എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്
മോൻ മരിച്ചിട്ട് പിന്നെ 41 പറഞ്ഞയച്ചു. അപ്പോൾ ഇവിടെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ എന്നെ പറഞ്ഞയക്കണം എന്നുള്ള വിഷമം. അപ്പോൾ കുറ്റൂശിക്ക് കൊണ്ടുപോകാൻ അവൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ പറഞ്ഞയക്കണം മധുരയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഷാജി മധുറിനോട് ഞാൻ പറഞ്ഞു, മധുറിന് എൻ്റെ കയ്യിൽ പണം കിട്ടി ഞാൻ മധുറിൻ്റെ കയ്യിൽ കൊടുക്കും, നമുക്കായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, പാടുമില്ല. അപ്പോൾ മധുറിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ മധുർ പറഞ്ഞു എന്നെ കാട്ടി 2 കൊല്ലത്തിൽ 2 രൂപ ശല്യം ചോദിച്ചു. അത് എൻ്റെ കാര്യം മദറിനെ അറിയാം, ഞാൻ പോയിട്ട് അധികം ദിവസം നിൽക്കില്ല, മദറിനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ദേശീയ മദറിനെ കണ്ടു. മദർ എന്നെ കുറ്റിശ്ശിക്ക് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അത് നീ പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ പോയത് 2 ദിവസം നിന്ന് പോകുന്നു. അവിടെ പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കണം, അവർ കൊണ്ടുവന്നാക്കണം, കൊണ്ടുവന്നാക്കണം, തന്നെ വിടില്ല, ആരെയും വിടില്ല. അത് നല്ലതാണല്ലോ, അതിൻ്റെ ഉത്തരവാദിത്വം വേണമല്ലോ. അല്ല എന്തെങ്കിലും വന്നാലും പിന്നെ അത് ആരും അറിയില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും വയ്യായ വന്നാൽ വരുമായിട്ട് വന്നുവിടാന്നില്ലല്ലോ. അമ്മയ്ക്ക് വയ്യായിട്ട് ഇപ്പം എന്തെങ്കിലും ഉണ്ടോ കാര്യമായിട്ട്? എനിക്കിപ്പോൾ അറിയാത്തൊക്കെ വയ്യായി ഒന്നുമില്ല. എനിക്കിപ്പോൾ 75 വയസ്സ് കഴിഞ്ഞു. 75 വയസ്സ്. അങ്ങനെ കുറ്റൂശ കഴിഞ്ഞ് ഇവിടെ വന്നു 5 ദിവസമല്ലേ നിന്നെ? 3 ദിവസം. 3 ദിവസം വന്നു ഇവിടെ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെ നമുക്ക് അവരെ വീണ്ടും കാണണം എന്നൊക്കെ തോന്നുന്നത് എങ്ങനെ ഉണ്ടാവുമോ? നമ്മളവർ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ പോകുന്നത്. പിന്നെ അവരെ കാണുന്ന ആഗ്രഹം നമുക്ക് നമ്മുടെ കൂടെ ആയില്ലേ. പിന്നെ അങ്ങനെ ഒരു മനസ്സ് നമുക്കായി. പിന്നെ അത്യാവശ്യം പോയി വരെ വേണ്ട. പിന്നെ അവരെ വെറുപ്പിക്കാണ്ട് പോരല്ലോ നല്ലത്. അതെ, അപ്പോൾ ആ സ്നേഹം നിൽക്കുന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3 വർഷമായി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ ഇവിടെ എല്ലാവരും കൂടിയിട്ടാണ് ഉണ്ടാവാറ്? ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആഘോഷങ്ങളുണ്ടാവും, അതെല്ലാവരും കൂടിയിട്ടാണ്. പിന്നെ ഓണത്തിന് ഞങ്ങൾക്ക് നൈറ്റ് തരും, നൈറ്റ് തരും, സന്തോഷം. പിന്നെ ഇടയ്ക്ക് കളിയും പാട്ടൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്കിവിടെ പറയത്തക്ക വിധത്തിൽ ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നോക്കുകയും ചെയ്യും. നേരല്ല രാവിലെ പകലിലാണ്ട് മദർമാർ ആൾക്കാരെ ആസ്പത്രി കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയി കാര്യമില്ല, ഇവിടെയുള്ളവരെ മൊത്തത്തിൽ അവിടെ അത്രയും ഒരു സ്നേഹവും മനസ്സിലും ഉണ്ട്. എന്തെങ്കിലും കാര്യമൊക്കെ വന്നാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാനും കൊണ്ടുപോകും. വേണ്ടതൊക്കെ ചെയ്യും. 1, 2, 3, 7 മണിക്കൂറിനുള്ളിൽ 2, 3 ഡോക്ടർമാരെ കാണിക്കേണ്ടി വന്നാൽ അതും കാണിച്ചു. അങ്ങനത്തെ ഒരാൾ ഇവിടെ ഉണ്ട് ഡയാലിസിസ് ചെയ്യല്. അത് ആദ്യം തൃശ്ശൂർ മിഷൻ ആസ്പത്രി കൊണ്ടുപോയി, എന്നിട്ട് പറ്റാണ്ട് പിന്നെ ലൈറ്റിൽ കൊണ്ടുപോയി, എന്നിട്ട് പറ്റാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡയാലിസിസ് കിട്ടും. അങ്ങനത്തെ ഒരാൾ കൂടി ഉണ്ട്. അത് ശരിക്ക് തന്നെ നടക്കാനും നിൽക്കാനൊന്നും പറ്റില്ല, രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എത്ര ദിവസം കൂടുമ്പോഴാണ് ചെയ്യുന്നത്? അത് ആഴ്ചയിൽ 2 പ്രാവശ്യം കൊണ്ടുപോകണം. എവിടെ ചെയ്യുന്നത് മിഷൻ? ഇപ്പം ചെയ്യണത് ഇവിടെ കുറുക്കഞ്ചേരി ലൈറ്റ് ആസ്പത്രിയിൽ. അത് ഈ സാറിൻ്റെ കൺസൾട്ടിനുള്ളതാണ്. ആശയമില്ല, എല്ലാ ചെലവും സാറിൻ്റെ. ഭക്ഷണത്തിന് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ പോയി ഇവിടെ വരണം വിചാരം. നമുക്കൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ അന്തരീക്ഷമാണല്ലേ പറഞ്ഞു. നേരത്തെ അമ്മേനോട് സംസാരിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞു, എപ്പോഴും ആ ഒരു ഇവിടെ സുഖമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞങ്ങൾക്കിവിടെ ഒരു കുഴപ്പമില്ല. എത്ര പേരുണ്ട് മൊത്തം? ഞങ്ങൾ 40 ഒരാൾ മരിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ. 39 ആളാണ്. പ്രായം ഉണ്ടായിരുന്നോ? 19 വയസ്സ്. അപ്പോൾ അത് അവർ വീട്ടുകാർ വന്ന് കൊണ്ടുപോയോ? കൊണ്ടുപോയി. മരിച്ചാൽ കൊണ്ടുപോകണം. പിന്നെ ഇവിടെ ഹിന്ദുക്കളാണ് മരിച്ചത്. അത് 2 ആൾ ആരും വന്നില്ല. അപ്പോൾ അവിടെ കഴിക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ, അവിടെ കൊണ്ടുപോയി കഴിച്ചു. പിന്നെയുള്ളവർക്ക് വീട്ടുകാർ വന്ന് കൊണ്ടുപോകണം. ചിലപ്പോൾ അങ്ങനെ പാകമില്ലാത്തവർ ഇവിടെ അമ്പലത്തിൽ വിടും. അല്ലെങ്കിൽ അമ്പലത്തിൽ ആളെ കടത്താനും ഒരു കാറും കൂടി അവർ വന്ന് കൊണ്ടുപോകും. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട 2 അമ്മമാരും തൃശ്ശൂർ പറപ്പൂരുള്ള ശാന്തി മന്ദിരം എന്ന് പറയുന്ന വൃദ്ധസാധനത്തിലെ അന്തേവാസികളാണ്. ഇവിടെ ഈ അമ്മമാരെ കൂടാതെ 10-40ഓളം അമ്മമാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇവരുടെ വാക്കിൽ നിന്നും നമുക്ക് വളരെ ശാന്തമായൊരു അന്തരീക്ഷമാണെന്നും അവരെല്ലാം വളരെ ആശ്വാസത്തോടു കൂടി ഇവിടെ ജീവിക്കുകയാണെന്നൊക്കെ മനസ്സിലായി. ഇപ്പം ഞാൻ ഈ അമ്മമാരുടെ അടുത്ത് മാറി മാറി ചോദിച്ചു എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, എന്താണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോഴും അവരൊരു പരിധിവരെ ആരെയും കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ തയ്യാറാവാത്തൊരു മനസ്ഥിതിയാണ് എനിക്ക് 2 അമ്മമാരിലും കണ്ടത്. കാരണം സ്വന്തം മക്കളെ പറ്റി കുറ്റം പറയാൻ അവരിപ്പോഴും ആഗ്രഹിക്കുന്നില്ല.
കാരണം അത് അവരുടേതല്ലാത്ത കാരണത്താലാണെന്നാണ് ഇവർ പറയുന്നത്. ഉമ്പായക്ക് ചാണ്ട് പ്രാണം കത്തണമ വാഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ വയറ് കത്തിയാലോ എൻ്റെ കൊടൽ കത്തണമ്മ പ്രാണം പടഞ്ഞിട്ട് ദൈവയോണം പടക്കണമ്മ അപ്പം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുന്നെന്ന് ഇൻമണി നാളായി തച്ചൻ കൊഞ്ചി പറയല്ലേ. ഞാനൊരു പൂക്കളട്ടോ കാലത്തന്നെ അമ്മയും പൂക്കളട്ടോ അച്ഛൻ വന്നപ്പോൾ വൈകുന്നേരം വാളുണ്ടും പൂക്കളട്ടോ. അച്ഛൻ വന്നില്ലേ അമ്മേ ആ താഴം വന്നില്ലേ ആ പഴം കുച്ചാണ്ട് എനിക്ക് പ്രാണം കത്തണമ്മ. അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ മുളുകിണങ്ങണണ്ടേ എന്തിനടി മോളെ തല തല്ലിക്കരയണത്. ചോറ് ചോദിച്ചപ്പോൾ അമ്മ കീറ് കൊന്നച്ചോ കീറ് കിട്ടിയപ്പോൾ എൻ്റെ പ്രാണം പോയച്ചോ. അച്ഛനെ വേണ്ടേടി നിനക്ക് അത്താഴം വേണ്ടേടി അത്താഴം വേണ്ട എനിക്ക് പൊന്നെ അച്ഛനെ മാത്രം മതി. അടുക്കളേ ചെന്നിട്ട് കുമാരൻ അടുപ്പത്തേക്ക് ഒന്ന് നോക്കി വെള്ളം നിറക്കേടി ഞാനൊന്ന് കുളിച്ചിരട്ടെ. കണ്ണെഴുതിയിട്ട് പൊട്ട് കൊത്തിയിട്ട് പൊള്ളി കുത്തിയിട്ട് ദൈവേ കണ്ണാടിന് നോക്കാൻ ഉമ്പായിക്കു ചാണ്ട് പ്രാണം കത്തണമ്മ വാഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ. ജില്ലയിലൊക്കെ ഫസ്റ്റ് കിട്ടിയതാ ഈ പാട്ടുപാടി. ഞാൻ ഇവിടെ അവിടെ കോട്ടയത്ത് പാമ്പാടി അവിടെ ഫസ്റ്റ് കിട്ടിയവർക്ക് ജില്ലയിലേക്ക് വിളിക്കാം. ഇതാ വെല്ലീത് ചെറിയതൊക്കെ ഉണ്ട്, വെല്ലീതും ചെറിയ എല്ലാവർക്കും ഉണ്ട്. ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരു കപ്പ് കൊടുത്തു. ഫസ്റ്റ് പാട്ടിലൊക്കെ ഫസ്റ്റ് ഞാനായിരുന്നു. കോട്ടയം പാമ്പാടി ജില്ല പാലക്കാട് ജില്ല. പിന്നെ ഇവര് ഓരോരുത്തർക്കും ഓരോ ഇതാണ് ബിസിനസ്. എനിക്ക് പാട്ട് പിന്നെ ജർമ്മൻ ലേഡി ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം സത്യജീവമാർഗമാണു ദൈവം
മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ആബാ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഓക്കെ. മക്കളുടെ കാരണത്താലും അല്ലാതാലും പല സാഹചര്യത്താലും വന്നുപെട്ട അമ്മമാർ ഇവിടെയുണ്ട്. എന്നിരുന്നാലും മക്കളെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ ആഗ്രഹിക്കാത്ത ഇത്രയും നല്ല അമ്മമാരുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇന്നിരിക്കുന്നത്. ആർക്കും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്കെല്ലാവർക്കും, ഈ കാണുന്ന എല്ലാവർക്കും അമ്മയില്ലാത്ത ഒരാളുണ്ടാവില്ല. നമുക്കെല്ലാവർക്കും അമ്മയുണ്ട്. നമുക്ക് ജീവിതം ഇപ്പോൾ കാണുന്ന കാഴ്ചയിൽ ഒന്നേ ഉള്ളൂ. പിന്നീട് അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ജീവിതത്തിൽ ആകെ ഒരു അമ്മയെ നമുക്ക് ഉണ്ടാവുള്ളൂ. ആ അമ്മയെ സ്നേഹിക്കുക. കാരണം തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ, ഞാൻ മനസ്സിലാക്കുന്നു, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തരുന്ന സ്നേഹം അമ്മയിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ബാക്കി എല്ലാവരും തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കും. എനിക്ക് തോന്നുന്നു സ്വന്തം ഭാര്യയായിരുന്നാൽ പോലും നമുക്കൊരു പരിധി കൂടുതൽ ഒരു രോഗാവസ്ഥയോ അല്ലെങ്കിൽ കണ്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥ വന്ന് അവർ പോലും എന്താണെന്ന് ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെയും ഒരു അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ മകനെ തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ എൻ്റെ മകൻ നന്നായിരിക്കണം എന്ന് മാത്രമേ ചിന്തിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാ അമ്മമാരെയും നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഭാഗ്യമാണ്. അവരുടെ ജീവനുള്ളിടത്തോളം കാലം നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സ്നേഹിക്കുക, അവർക്ക് വേണ്ടുന്ന ആശ്വാസം കൊടുക്കുക. എന്തായാലും ദർശന ടി വിയിൽ എനിക്കിങ്ങനെ വന്ന് ഇരുന്ന് സംസാരിക്കാനൊരു അവസരം തന്നതിൽ ചാനലിനോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നത് ഒരു പ്രോഗ്രാമായിട്ട് കണ്ടിട്ടല്ല, ഇത് പച്ചയായ ജീവിതത്തിലേക്ക് തുറന്നു വയ്ക്കുന്ന ഒരു ക്യാമറയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് എന്നെ വിളിച്ചതിൽ സന്തോഷം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.